ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. ഇന്ന് നന്നൂസിൻ്റെ സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ നന്നൂസിന് ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പിങ്ക് ഉടുപ്പൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങ് നിൽക്കുക കേട്ടോ. അപ്പോൾ നന്നൂസിനെ ഞാൻ റെഡിയാക്കാൻ പോവാം കേട്ടോ. തല കുളിപ്പിച്ചില്ല, രാവിലെ നേരത്തെ പോകണ്ടായാലും തല കുളിപ്പിച്ചില്ല. ഇന്ന് മേൽ മാത്രം കഴിയിച്ച് ഞങ്ങൾ റെഡിയാകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ നന്നൂസിന് ഒരിക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ണെഴുതി പൊട്ടുതൊട്ട് പിരിയം വരച്ച് ഒരു കുഞ്ഞ് മേക്കപ്പ് അത്രയും ചെയ്ത് കൊടുക്കണമല്ലോ കേട്ടോ. അപ്പം നന്നൂസ് ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഡാൻസാണ്, പിന്നെ അത് തന്നെയുള്ള സ്കൂളിൽ കളർ ഡ്രസ്സ് ഇട്ടാണ് പോണത്. പിന്നെ ഫ്ലവേഴ്സ് ഡേ ആയതുകൊണ്ട് പൂക്കളുമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം നല്ല ഹാപ്പി ആയിട്ടാണ് നന്നൂസ് നിൽക്കണേ കേട്ടോ. അത് കാരണം ഒരുങ്ങാനൊക്കെ വിളിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിന്ന് തരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നന്നൂസിന് അമ്മ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തീറ്റ നടക്കില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എപ്പോഴും 1 മണിക്കൂറാണ്. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതും വായ പിടിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കണേ. അങ്ങനെ കൺമഷി കൊണ്ടൊക്കെ വരക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പൗഡറൊക്കെ ഇടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ തുടയ്ക്കാൻ നിൽക്കില്ലായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം, പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് തുടക്കണത്. അത് തുടക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും മുഖം മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇന്ന് എന്തായാലും നല്ല കുട്ടിയായിട്ട് നിന്ന് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഞങ്ങളുടെ ഈ കുട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇത് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ടൊക്കെ ഉണ്ടാവും. അപ്പം നന്നൂസിനെ ഇടയ്ക്കിടയ്ക്ക് കളിപ്പിച്ചൊക്കെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിനും സമ്മതിക്കില്ല. കണ്ടതേ പോകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയൊക്കെ വരും. പോയി പിടിച്ച് 2-3 തവണയൊക്കെ പിടിച്ച് കൊണ്ടു നിർത്തിയിട്ടാണ് ഈ വന്ന് നിൽക്കണത്. ഇനി ഞങ്ങൾ മുടി കെട്ടാന്നും പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നൂസ് ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നന്നൂസ് തന്നെ പറഞ്ഞു തരും കേട്ടോ. ചില സമയത്ത് അമ്മ ഇങ്ങനെ കെട്ടിത്തരണം, അങ്ങനെ കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും കേട്ടോ. അപ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നേരില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ കെട്ടാൻ പറയണം. അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല, വെറുതെ ഒന്ന് കെട്ടിവെച്ച് കൊടുത്തുകൊണ്ട് പോരും. നേരുള്ള സമയത്താണെങ്കിൽ ആൾ പറയണ പോലെ തന്നെയൊക്കെ ഞാൻ കെട്ടിവെച്ച് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നന്നൂസ് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇയാളുടെ ഒന്നാമത്തെ ചുരുളമുടി ആയതുകൊണ്ട് എപ്പോഴും ചട പിടിച്ചുകൊണ്ടിരിക്കും തലയിൽ. എന്തോരം ചട കളഞ്ഞാലും വീണ്ടും വീണ്ടും ചട വന്നുകൊണ്ടിരിക്കും. അത് കാരണം അത് ചട കളയാൻ തന്നെ നല്ല പാടാണ്. കുറേ നേരം പയ്യെ തലമുടി വലിക്കാതെ വേദന എടുപ്പിക്കാതെ വേണമല്ലോ നമുക്ക് ചട കളഞ്ഞ് കൊടുക്കാനായിട്ടും. അപ്പോൾ പയ്യെ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നേരം എടുക്കും. പിന്നെ കെട്ടാനെടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കെട്ടിക്കഴിയുമ്പോഴായിരിക്കും അവിടം വരെ ഓടിക്കൊണ്ട് വരിക. അങ്ങനെ അതൊക്കെ പിടിച്ച് ഒരുപാട് നേരം എടുത്തൊക്കെ ആയിരിക്കുള്ളൂ ഇതൊക്കെ തീർക്കാം. പക്ഷേ ഇന്നിപ്പോൾ മുടിയുടെ ചട കളയാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുടി കെട്ടാൻ നേരത്തൊക്കെ ആളടങ്ങി ഒതുങ്ങി നിന്നു കേട്ടോ. ഒരു കുഴപ്പവും ഉണ്ടായില്ല, നല്ല കുട്ടിയായിട്ട് നിന്ന്. അങ്ങനെ ഞാൻ മുടിയുടെ ചടയൊക്കെ കളയാം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് മുടി കെട്ടാൻ വേണ്ടി നിൽക്കുകയാണേ. സ്പെഷ്യൽ ഹെയർ സ്റ്റൈലൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞായിട്ട് നമുക്കൊരു വെറൈറ്റി പിടിക്കാൻ നിർത്തി കെട്ടിയതാണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തു കേട്ടോ നന്നൂസിൻ്റെ തലയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം കുറച്ച് മുടി മാത്രം എടുത്ത് കെട്ടാൻ തുടങ്ങി. ഇത്തിരീശ പാട്ടുകളായിട്ട്. അപ്പോൾ കുഞ്ഞു സെക്ഷനായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കെട്ടാൻ തുടങ്ങി. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഉള്ള നേരത്തിന് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നിന്ന് മുടി കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നന്നൂസിന് കാല് കിഴക്കണം പറഞ്ഞ് ഒച്ചെടുക്കൽ തുടങ്ങി കേട്ടോ. അതാണ് മുഖമൊക്കെ മാറിയിരിക്കണത്. അപ്പോൾ കാല് വേദന എടുക്കണം കുറച്ച് നേരം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മേശപ്പുറത്ത് കയറ്റി ഇരുത്തി കേട്ടോ. എന്നിട്ട് പിന്നെ മുടി കെട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കാല് വേദന എടുക്കില്ലല്ലോ. അപ്പോൾ ഓക്കെ ആയിട്ടാ. നന്നൂസ് ഓക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ബ്രെഡാണ് കേട്ടോ കൊടുക്കണേ. അത് തിന്നാൻ തന്നെ ഇത്രയും നേരം എടുക്കുന്നുണ്ട്. അത് കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ഞങ്ങളുടെ മുടി കെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. വേഗം കെട്ടി തീർത്തതാണ്. ഇങ്ങനെ കേട്ടോ ഞാൻ കെട്ടിയത്. ഇനി അതിൻ്റെ മുകളിൽ കൂടി ഹെയർ ബാൻഡ് വെക്കാനുള്ളതാണല്ലോ. ഇവർക്ക് ഡാൻസ് ഉള്ള കാരണം ഹെയർ ബാൻഡ് വെച്ച് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹെയർ ബാൻഡ് വെക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്നേട്ടൻ ഫ്ലവേഴ്സ് ഡേ ആണെന്നും പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പം നന്നൂസിന് ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് പോണതൊക്കെ. അപ്പോൾ ഇന്ന് സാധാരണ ഇവരെ സ്കൂളിൽ അങ്ങനെയൊന്നും വെച്ച് ഞാൻ വിടാറില്ല, യൂണിഫോം ആണല്ലോ. പിന്നെ ഇന്നിപ്പോൾ ഫ്ലവർ ഡേയും ആണ്, പിന്നെ കളർ ഡ്രസ്സും ആണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കാരണം എന്തായാലും ഈ മുല്ലപ്പൂവൊക്കെ വെച്ച് പറഞ്ഞേക്കാമെന്ന് കരുതി. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കുത്തി കൊടുത്തു. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന് തന്നോട്ടോ എനിക്കെല്ലാം ചെയ്യാനായിട്ട്. അപ്പം തന്നെ നമുക്ക് സമാധാനമാവും. അല്ലേ പിന്നെ ഇതിൻ്റെ പിന്നാലെ കിടന്ന് ഓടേണ്ടി വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ നന്നൂസ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കോപ്രായൊക്കെ കാണിക്കേണ്ട കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മുകളിൽ കണ്ണെഴുതി തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ആ കാണിക്കണത്. നന്നൂസിന് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മുകളിൽ കണ്ണെഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ വന്ന് കാണിച്ച കോപ്രായം കേട്ടോ അത്. അപ്പോൾ മുകളിൽ കണ്ണെഴുതാൻ മാത്രം നല്ല കുട്ടിയായിട്ട് കണ്ണടച്ചിരിക്കും കേട്ടോ. അത് എപ്പോഴും കണ്ണടച്ച് നല്ല വൃത്തിക്ക് ഇരുന്നോളും ഉണങ്ങുന്നവരെ. സാധാരണ ഞാൻ ബെഡിൽ കിടത്തിക്കൊണ്ട് കണ്ണെഴുതിച്ച് കൊടുക്കും. അപ്പം എന്നിട്ട് ഫാൻ ഇടും. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ കണ്ണ് തുറന്നാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അധികം നേരം കഴുത്തും വേനെടുക്കില്ല. ഇന്നിപ്പോൾ നേരമൊന്നും ഉണ്ടായില്ല. പിന്നെ നല്ല മുടി കെട്ടി കഴിഞ്ഞിട്ടും ഉണ്ടായല്ലോ. അത് കാരണം പിന്നെ ബെഡിൽ കിടത്താൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം നന്നൂസ് ദേ അവിടെ ഇരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി ദേ ഇവിടെ വഴിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫ്ലവർ ഡേ ആയതുകൊണ്ട് നന്നൂസിനെ കൊണ്ടുപോകാനായിട്ട് 2 റോസാപ്പൂ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ കയ്യിൽ പിടിച്ച് നിൽക്കണത്. അപ്പോൾ ഇപ്പോൾ ദേ നന്നൂസിൻ്റെ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ദേ വണ്ടി വന്നപ്പോൾ തന്നെ ആൾ കൂളായിട്ട് കയറിപ്പോയി കേട്ടോ. കയറിയപ്പോൾ തന്നെ ഒന്ന് സീറ്റിലിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് കൊടുക്കാൻ നിന്നുകൊണ്ടാണ് കേട്ടോ വീഡിയോ കറക്റ്റ് ആവാഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.